സുനിൽ, ഇപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും ബഹളമാണ്. നരവനെയുടെ പുസ്തകത്തിലെ വാചകങ്ങൾ ഇന്നും വായിക്കാനുള്ള ശ്രമമുണ്ടായി. ഖർഗെയാണ് വായിക്കാൻ ശ്രമിച്ചത്. അതേസമയം കേരളത്തിലെ പഴയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ധനമന്ത്രിയുടെ പ്രതികരണം. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, ഇപ്പോൾ ലോക്സഭ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ അസാധാരണ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ലോക്സഭയിൽ പ്രതിഷേധം ശക്തമാക്കിയത്. ഇതേ തുടർന്ന് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം ലോക്സഭയിൽ മുടങ്ങിയിരുന്നു. ഏതായാലും ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പറയുന്നില്ല. മാത്രമല്ല, വലിയ ചർച്ചയൊന്നുമില്ലാതെ തന്നെ നന്ദിപ്രമേയം ഇപ്പോൾ ലോക്സഭ ശബ്ദ വോട്ടോടുകൂടി പാസാക്കുകയും ചെയ്തു. അങ്ങനെ ലോക്സഭ പിരിഞ്ഞു അല്ലേ? ലോക്സഭ നിർത്തിവച്ചിരിക്കുകയാണ് വീണ്ടും. ഇനി രാജ്യസഭയിലേക്ക് വന്നാൽ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭയിലെ വിഷയം രാജ്യസഭയിൽ ഉന്നയിക്കുകയായിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചപ്പോൾ ലോക്സഭയിലെ വിഷയങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാനാകില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഭരണപക്ഷം അതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു. അതിനിടയിലാണ് മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ വരികൾ രാജ്യസഭയിൽ വായിക്കാനുള്ള നീക്കം മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയത്. അതിനെയും ഭരണപക്ഷം ശക്തമായി എതിർത്തു. ഏതായാലും പ്രതിപക്ഷത്തെ ശക്തമായി നേരിടുന്നതിന്റെ ഭാഗമായാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇന്ന് രംഗത്തെത്തിയത്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കോൺഗ്രസ് കാലത്ത് വലിയ അതിക്രമമാണ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നത് എന്ന് നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിച്ചു. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഭരണപക്ഷം പ്രതിപക്ഷത്തെ ആൾക്കൂട്ട അതിക്രമം നടത്തുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഖാർഗെ ആരോപിച്ചത്. പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുന്നില്ല എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. പി.ആർ. സുനിലാണ് പാർലമെന്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.